ആ തെങ്ങിന്റെ ചുവട്ടിലോട്ട് അടുപ്പിക്കും. അവിടെ നിർത്തടാ. എടാ രാഘവ, നീ വന്ന് നല്ലത് കഴിക്കേ, എന്നിട്ട് മതി മറ്റു കാര്യങ്ങളെല്ലാം. വേണ്ട, അച്ഛൻ പൊക്കോളൂ, ഞാൻ പിന്നെ വരാം. ഇന്നലെ വരാമെന്ന് പറഞ്ഞു പോയതല്ലേ, കായലിലേക്ക് നോക്കി നിന്ന് എന്റെ കണ്ണ് കഴിച്ചു. തൊണ്ട് കിട്ടാൻ വൈകിപ്പോയി, അതാണ് ഇന്നലെ വരാത്തത്. എന്റെ പെണ്ണെന്നെ കാത്തിരിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലേ? കാണുമ്പോ മാത്രമേ ഉള്ളൂ ഈ സ്നേഹമൊക്കെ. നിന്നെ കാണാതിരിക്കുമ്പോഴെല്ലാം ഇതാ ഇവിടെയുണ്ട്. ആലപ്പുഴ പോയിട്ട് എനിക്ക് എന്ത് കൊണ്ടുവന്നു? എന്നെ തന്നെ. ആ പിന്നെ ഇതല്ല. പകരം എനിക്കൊന്നുമില്ലേ? അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഞാൻ വിളിച്ചിട്ടില്ലല്ലോ വന്നത്. വെക്കോ. വേണമല്ലേന്ന് നോക്കൂ, പോട്ടെ. അവന് നമ്മളോട് വൈരാഗ്യം കാണുമല്ലേ? അതാലോചിക്കുമ്പോൾ എനിക്ക് അടിമുട്ടി വിറയ്ക്കുന്നു മുതലാളി. താനൊന്ന് വിറയ്ക്കാതെന്നില്ലടൂ. അവൻ വന്നാൽ താൻ അവനോടൊന്ന് പോയി സംസാരിക്കും. ഞാനും പേടിക്കണ്ടോ. താൻ വെറും കൈയോടൊന്നും പോയി സംസാരിക്കണ്ട. പോക്കറ്റിൽ കുറച്ച് പണം ഇട്ടുകൊണ്ട് പോകും. അവൻ വീഴുമോ? പണം കണ്ടാൽ വീഴാത്തവന്മാരാരുണ്ടോ ഈ ലോകത്തിൽ? അല്ല എടാ രാഘവ, രാഘവ, എടാ ഒന്ന് നേരം വെളുത്തടാ. ഒന്ന് എഴുന്നേറ്റ് പല്ല് തേച്ച് കാപ്പ് കുടിക്കാൻ പാ. എണീടാ. നേരം മണി 10 ഇവിടെ ഒരുത്തം കുമ്പാരന്റെ കൂട്ട് കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടല്ലേ? അങ്ങോട്ടൊന്ന് എഴുന്നേക്കാൻ. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റേ. അങ്ങോട്ടൊന്ന് എഴുന്നേക്കാൻ. ഇന്ന് വെള്ളം ഇറക്കാൻ പോണ്ടേ? കുത്തി എന്നെ കുത്തിയ അങ്ങോട്ടൊന്ന് എഴുന്നേക്കാൻ. അങ്ങോട്ട് എഴുന്നേക്കാൻ. എന്റെ പങ്കി തൊട്ട് കളിച്ച ബാക്കിയുള്ളവര് രാത്രി പോലും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ കൂർക്കം വലിച്ചേർന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? അങ്ങോട്ട് എഴുന്നേക്കാൻ. കുറിച്ചോട്ടോ. പിടിക്കുന്നുണ്ടോ?
ഛേ, ഈ പയറ് വെന്തില്ലല്ലോടൂ. ആശാനെ പച്ച വിറകാണ്, അതുകൊണ്ടാണ്. എന്റെ പപ്പടം കൂടി ഇങ്ങ് എന്റെ തരാം. പപ്പടേ. ആ, ഓ ചെക്കൻ വന്നില്ല. അല്ല ആശാനെ, ഞമ്മൾ രാഘവൻ ഇന്നും ഇങ്ങനെ നിർത്തിയാ മതിയോ? അവനിക്ക് അന്തിക്കൂട്ടിന് ഒരാള് വേണ്ടേ? ആ, ഞാനും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ, അതിനെപ്പറ്റി ആശാൻ ആലോചിച്ച് തലപ്പുണ്ടാക്കണമെന്നില്ല. അവനക്ക് പറ്റിയൊരു പെണ്ണിനെ അവൻ തന്നെ കണ്ടുപിടിച്ചോളും. ഇല്ലേ രാഘവ? ജാനു, ജാനുവേ, എടി ജാനു. പെണ്ണാകെ ഒന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അത് കളാ, എന്തൊക്കെയോ നടന്ന ലക്ഷണമുണ്ട്. നീ പൊടി. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ചോദിക്കുന്നത്? സംഗീത വരുന്നില്ലേ? നീ പോ, ഞാൻ പിന്നെ വരാം. വാ, നമുക്ക് പോവാം. ചെല്ലപ്പൻചേട്ടൻ വന്നു. അവൻ വന്നോ? എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? ചെല്ലപ്പൻചേട്ടന്റെ കുടിയിരുന്ന ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. നീ വന്നു എന്നറിഞ്ഞ് വന്നതാണ്. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ചെല്ലപ്പ. ജയിലിൽ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ചെല്ലപ്പാ, താനെന്തിനാണ് ഇപ്പൊ അങ്ങോട്ട് വന്നത്? പിന്നെ നിന്നെ ഒന്ന് കാണാൻ. കണ്ടു കഴിഞ്ഞില്ലേ? എന്റെ പൊന്നിയല്ലപ്പാ, നീ ഈ വയസ്സിനെ ഒന്നും ചെയ്യരുത്. അന്ന് കണ്ട സംഭവം ഞാൻ കോടതിയിൽ പറഞ്ഞെന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ പോലീസുകാർ എന്നെ വെറുതെ വിടുകയില്ലായിരുന്നു. ഇപ്പൊ നീയും എന്നെ വെറുതെ വിടുകയില്ല. ചെയ്യാനുള്ള തന്നെയല്ല അവനെ ഞാൻ. നീ ജയിലിൽ നിന്ന് വന്നെന്നറിഞ്ഞ് കൈച്ചെലവിന് കാശുണ്ടാവില്ലോ എന്ന് വിചാരിച്ച് ജോണി മുതലാളി കുറച്ച് രൂപ തന്നയച്ചു. ദാ വാങ്ങിയല്ലപ്പാ. അവന്റെ പണം എന്റെ പട്ടിക്ക് വേണം.